ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീഡിയ. സോ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോനെ കുറിച്ച് മുൻപ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോനെ കുറിച്ച് ഏകദേശം ആ ഒരു വീഡിയോനെ കുറിച്ച് തന്നെയാണ്, അതുപോലത്തെ ഒരു വീഡിയോ തന്നെയാണ്. അപ്പം ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടൊരു പുതിയ പൂച്ച തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പൂച്ചേനെ കുറിച്ചാണ് ഞാനിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ പൂച്ചേനെ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, രാവിലെ 9 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് താണ്ട നമ്മുടെ പൂച്ചയൊക്കെ വന്നത്. പാല് ഫുൾ കുടിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പോൾ പൂച്ച. പൂച്ചയുടെ അടുത്ത് തന്നെ എൻ്റെ ചെരുപ്പും കിടപ്പുണ്ട്. അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ. കാരണം ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന പൂച്ച. ഈ പൂച്ചയ്ക്ക് ഇത്തിരി ചട്ടുകാലൊക്കെയുള്ള പൂച്ചയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആരാണ്ട് ഈ പൂച്ചയുടെ കാലൊക്കെ തല്ലി ഒടിച്ചായിരുന്നു കേട്ടോ. ആ പൂച്ച ഇത്തിരി കഷ്ടപ്പെട്ടാണ് നടക്കണത്. പിന്നെ ഈ പൂച്ച ഇപ്പം ഞാനിരിക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ അടുത്ത് വന്നിരിക്കും. പക്ഷെ എനിക്ക് പേടിയാട്ടോ, ഈ പൂച്ച മാന്തോ ഇല്ലയോ എന്ന്. ഈ പൂച്ച പെമ്പൂച്ച ആണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. പൂച്ചേ, മ്യാവ് വെച്ചേ എന്താ. പിന്നെ പൂച്ചയ്ക്ക് എപ്പോഴും നക്കണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അത് ശരിക്കും പൂച്ച കുളിക്കുന്നതാണ്. പിന്നെ ഈ പൂച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാല്, 50-50 ബിസ്ക്കറ്റ്, പിന്നെ മീനും ആട്ടോ. പിന്നെ അല്ലാത്ത സമയത്ത് പൂച്ച പുല്ലും വെള്ളമൊക്കെ കുടിക്കും. പുല്ല് തിന്നുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. പൂച്ചയ്ക്ക് ഫുഡൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പൂച്ചയ്ക്ക് ഞങ്ങൾ 2 സജഷൻ വേണമെന്നാണ് ഞങ്ങൾ ഓർത്തിരിക്കുന്നത്. ഞങ്ങൾ 2 പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാരു, CHARU, പിന്നെ രണ്ടാമത്തത് ബ്ലാക്കി, പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ട്, കരി. അപ്പം ഞങ്ങൾ ശരിക്കും ഈ പൂച്ചയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഈ പൂച്ചയ്ക്കൊരു പേരിടാൻ സഹായിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്രദമായിരുന്നു. അപ്പം ആണ് നമ്മുടെ പൂച്ച. ഈ പൂച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ വരും കേട്ടോ. ഈ വരാന്തയിൽ തന്നെ ഇരിക്കും. അല്ലാത്ത സമയത്ത് പൂച്ച വേറെ എടുത്തൊക്കെ പോവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പൂച്ചകളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്കും പ്രത്യേകമായി ഇത് ഷെയർ ചെയ്യണേ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. പൂച്ചേ ബൈ പറഞ്ഞേ. ഓക്കെ, പൂച്ചയും പറഞ്ഞു ബൈ. സോ എല്ലാവർക്കും ടാറ്റ, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ എം സൈനിങ് ഔട്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെയും കാണാം.